അങ്ങനെ ഞങ്ങൾ പുറത്ത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ഇതൊക്കെ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഇട്ട് പച്ചമുളക് ഇട്ട് ഇതാണ് ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ്. ക്രിസ്ത്യന്റെ വീട്ടിൽ മമ്മ കൂടി തുടങ്ങിക്കോ. ആദ്യമായിട്ടാണ് ഇതുപോലെ പുറത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യണത്. പുറത്ത് വെച്ച് കുക്ക് ചെയ്യാനൊരു ആഗ്രഹം. ജിഞ്ചർ ഗാർലിക് മമ്മാക്ക് മാത്രം ചെയ്താൽ മതി, ഞാൻ ചെയ്യണ്ടേ? അതവിടെ വെക്കണ്ടടി. അവിടുന്ന് നേരെ നൽകി പിടിച്ചിട്ട് പോവാ. ഇത് അവിടുന്ന് ഇങ്ങോട്ട് എടുക്കാന് എന്ത് ഉള്ളി ഇത് പൊട്ടി ഇത് ഇനി അടുത്തതായി തക്കാളി ഇടാൻ പോവാണ് കൈ. ബിരിയാണി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. എന്റെ ബിരിയാണി അതൊരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ മസാലപ്പൊടി അങ്ങനെ തക്കാളി ഇട്ട് സോട്ട് ചെയ്ത് ഇത് ജീരകപ്പൊടിയാണ്. ചെറിയ ജീരകല്ലേ അപ്പൊ എൻ്റെ അമ്മന് പറയണ കേട്ടോ. അങ്ങനെ ഉപ്പിട്ടിരിക്കണം. അമ്മനു മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുകയാണ് കൈ. ഇത് വലിയ ജീരകത്തിന്റെ പൊടി ഇടുകയാണ് ഗൈസ്. ഇത് വേണ്ടി വരുമോ? ഇളക്കാൻ ഒരാഗ്രഹം ഇളക്കാൻ ഞാൻ ബെസ്റ്റാ. അല്ല ഒരു വൈക്ക് വിടലോടെ കഴിക്കും. പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ടുണ്ട്. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പിന്നെന്താ ഗരം മസാല ഐറ്റംസ് കംപ്ലീറ്റ് ഉണ്ട്. മട്ടൻ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കൈ മാറ്റടി. ഇതെന്താ വില ന്യൂസ് ചാനലാ? അപ്പൊ ഇടുമ്പോ പറയണ്ടേ. ഉപ്പാടെ ബിരിയാണി സ്പെഷ്യൽ ആയതുകൊണ്ട് ഞങ്ങൾ 3 ആളും ഫോണായിട്ട് നിൽക്കുക ചുറ്റും. ഒരുപാട് സ്പൈസസും ഒരുപാട് മസാല ഒന്നും ഇട്ടിട്ടല്ല ഇപ്പം ഉണ്ടാക്കുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സെയിം ആയിട്ട് ഞാനും കുറേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതേ ഇപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇതുവരെ എത്തിയിട്ടില്ല. ഏകദേശം അതുവരെയൊക്കെ എത്തുകയെന്നല്ലാതെ ഫുള്ളായിട്ട് ആ ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. കറക്റ്റ് ഉപ്പ് എന്താ ചെയ്യണത്. പക്ഷേ അതിന് ഉപ്പ് ഓരോ സമയത്ത് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും നമ്മൾ അതുപോലെ നോക്കി ഉണ്ടാക്കുക അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഉപ്പാടൊരു കൈയളവ് അങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. എന്നാൽ പോലും എന്താ ടേസ്റ്റ് എന്നറിയോ? അതിൻ്റെ ദം പൊട്ടിക്കുമ്പോൾ മണം വരാണ്. മട്ടൻ വേവിക്കാൻ വെച്ചിരിക്കണം. ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് നെയ്യാണ്. ഇനിയിപ്പോൾ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. അതൊന്ന് തുറന്നിട്ട് ഇളക്കിയ ക്യാപ്സിക്കത്തിൽ ചവിട്ടില്ലേട്ടാ. പിടിക്ക് റെക്കോർഡ് ചെയ്താ ഇടല്ലേ ഇളക്കാൻ. ചൂടടി.
എന്റെ ഫോണ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കൊല്ലും. എന്റെ പാപ്പ എന്റെ മോക്കാവുന്നു. അല്ലോ അമ്മന് പറയണത് സൂക്ഷിക്കണോ. എന്താടി സ്പൂണായിട്ട് വന്നിക്കണം. ഇത്ര നല്ല കുട്ടീനെ എവിടെ കിട്ടുക? അപ്പൊ നമ്മള് നെയ്യ് തൂകാൻ പോവുകയാണ്. ഇതിന്റെ കൈ തട്ടത് പെട്ടെന്ന് മനസ്സിലായിപ്പോ. രണ്ടാളും തല്ലൂടിക്കണം. രണ്ടിനും നമ്മള് നെയ്യ് ഇട്ടു. 4 ടീസ്പൂണും കൂടി ഇടും. എന്നിട്ട് മാമീന്റെ വായക്ക് നൂഡിൽസ് ഇടും. ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ടേ നല്ല ചൂടായില്ല. തീ വേണോ? പച്ചടി പച്ചയാണ്. എല്ലാം എല്ലാം ലെമൺ ജ്യൂസ് കഴിച്ചിട്ടുണ്ടായിട്ട് മഞ്ഞപ്പൊടി ഇടണ്ടേ, മുളകും പൊടി ഇടണ്ടേ, ഗരം മസാല ഇടണ്ടേ, കാഷ്നട്ട് ഇടണ്ടേ, പുറത്തിറക്കത്തിന് ആ ചവറ കൂടി കിടക്കി. കഷ്ടല്ലേ വെച്ചില്ല. കറിയില്ലേ അതിന്റെ തിന്നാൻ പറ്റില്ല. കരയുമ്പോ ഒന്ന് കണ്ണീര് കൊടുത്തിട്ടാൽ മതി. പൊടിച്ചു കൊടുത്തു ചൂടിച്ചു കൊടുക്കുക. ഈ അമ്മനോട് ഭയങ്കര ഹെൽപ്പിംഗ് ആയിട്ടാണ് ഇപ്പൊ കിച്ചണിലുണ്ടെങ്കിൽ വന്നിട്ട് പറയാം. ഓടി വരും. മറ്റേനും ഇല്ല കേട്ടോ. പച്ചമയർ മതിനാണ്. ഇല്ല വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയും. അന്താരാഷ്ട്ര മടിയനാണ്. ഇത് ആ സാധനം ഇറക്കി വെക്കല്ലേ ചൂടാവും. അത് ഇറക്കി നോക്കി പുറത്തേക്ക്. കയ്യിലല്ലേ? അല്ല ആ പിടുത്തം കല്ലിന്റെ അവിടെ അതല്ല ആ സാധനത്തിൽ ചൂടാവും. ആ കൈ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഒരു സ്ഥലത്തില്ലേ നെയ്യൊന്ന് മെൽറ്റായിക്കോട്ടെ. മല കട്ടായിട്ട് അവിടെ ഇരിക്കും. അരിടാനായ പപ്പ കേട്ടോ. അടി കത്തിച്ച് വെള്ളം തിളപ്പിച്ച് എടുത്തോണ്ട് വരും. തിളച്ച് തന്നെ കൊണ്ടുവരേണ്ടി വരും. ഫ്ലാസ്ക് അല്ല കെറ്റിലിൽ തിളപ്പിച്ചതാ. കുറച്ച് വേപ്പിലൊക്കെ പിടിച്ചോണ്ട് അരി നന്നായി റോസ്റ്റ് ചെയ്തിട്ടാണ് കേൾക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട പിടിക്കില്ല, നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ വേണം. അതിൽ കാഷ്യൂനട്ടും പിന്നെ സ്പൈസസും പിന്നെ നെയ്യും സവോള ഇട്ടിട്ട് അത് റോസ്റ്റ് ചെയ്തിട്ട് അതിൽ അരി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യും. എന്നിട്ട് തിളച്ച വെള്ളം എത്രയാണോ അരി അതിൻ്റെ ഡബിള് തിളച്ച വെള്ളം അതിൽ ഒഴിക്കും. എന്നിട്ട് ഉപ്പിട്ടിട്ട് അത് ആ വെള്ളം വറ്റി ഒരു മുക്കാൽ വേവാവുന്ന ഒരു അരമുക്കാൽ വേവാവുന്ന വരെ അത് സെപ്പറേറ്റ് വേവിച്ചിട്ട് എന്നിട്ട് പിന്നെ അത് ഈ മസാലയിൽ കൊട്ടിയിട്ട് അതങ്ങനെ വേവിക്കും. അങ്ങനെയാണ് ചെയ്യുക. ഭയങ്കര ടേസ്റ്റാണ്. മാമി മാറി വീടിന് കിടക്കറല്ലേ.
നീ ചോറുമിൻ്റെ ഒന്ന് എടുത്തിട്ട് വന്നേ. എടുക്കലട്ടാ കയ്യോത്ര എടുത്തോളൂ. എത്ര ഗ്യാസ് ലാഭിച്ചിപ്പോ സത്യം. അതൊക്കെ അവര് കണ്ടേക്കണം. ഇത് കുറച്ചെടുക്കണം, ഇത് തീയത്തുണ്ട്. പോയി ഈ ചെമ്മട്ടി പുറത്തേക്ക് കിട്ടോ, അല്ലെ അടി പിടിക്കും. ഓയിൽ ഞാൻ മല്ലിച്ചും പുതിന മേലിടണ്ടേ, നെയ്യ് ഇടുന്നേ. അങ്ങനെ ബിരിയാണി റെഡിയായി. അപ്പോൾ നമുക്ക് ഇലയിൽ കഴിക്കാനൊരാഗ്രഹം. അങ്ങനെ പറമ്പിൽ പോയിട്ട് വാഴയില വെട്ടി വന്ന് സെർവ് ചെയ്യാൻ പോവാണ്. അതമ്മ പൊട്ടിക്കുമ്പോഴുള്ളൊരു മണം ഉണ്ടല്ലോ, നമുക്കിത് കാണുമ്പോൾ തന്നെ എനിക്കിത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു. ഇപ്പോൾ വന്നിട്ട് വേണം പോയിട്ട് നാട്ടിൽ പോയിട്ട് പാനപ്പൊടി ഉണ്ടാക്കി കഴിക്കണം. അത് എത്ര കഴിച്ച് കഴിഞ്ഞാലും നമ്മൾ സാധാ ബിരിയാണി കഴിക്കണ പോലെ നമുക്ക് മടുക്കൊന്നുമില്ല. വീണ്ടും 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 അതിപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച് ഒരു 4 മണിയാകുമ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നും. അത്ര ടേസ്റ്റാണ്. പിന്നെ ഓവർ മസാല ഇല്ല. ഇക്കാക്കും ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പെരുന്നാളിന് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ ഉപ്പാട ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവരെപ്പോഴും കാത്തിരിക്കും. ഉപ്പാട ബിരിയാണി കിട്ടുന്ന ദിവസങ്ങളിൽ അവർ അതിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കും, വേറെ ഫുഡൊന്നും കഴിക്കാണ്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായി. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതുപോലെ. എന്തായാലും ഉപ്പുണ്ടാക്കണ അത്ര ടേസ്റ്റ് ഒന്നും വരില്ല, എന്നാലും നിങ്ങൾ ഉണ്ടാക്കണ പോലെ ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും.